ഞങ്ങൾ ആനയുടെ മുന്നിൽ പെട്ടുപോയ എന്താന്നുള്ള ഭയം ഞങ്ങൾ കറക്റ്റായിട്ട് അറിയുന്നു, ശരിക്കും അറിയുന്നു. ക്രോസ് ഒരു ഫെൻസിങ് പോകുന്നുണ്ട്, ചെറുക്കൻ ഡയറക്റ്റ് അടിച്ചത് ആനയുടെ കണ്ണിൽ തന്നെ. ഇത് ആ കുളം കാലക്കിട്ട് ഞങ്ങളുടെ നേരെ വന്നൊരു വരവുണ്ട്. ഇറങ്ങി റൂമിൻ്റെ അവിടെ വരുന്ന കാണിക്കാം. ആന ഇവിടുന്ന് വരുന്നുണ്ട്, ഒന്ന് റൂമിലോട്ട് കയറ്റി വിടുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് ആ വഴി ഇറങ്ങി ഓടി. ഉണ്ടോ, ആനയാ നിൽക്കുന്നത്. താമസിക്കുന്ന റൂമിന് തൊട്ട് താഴെ വരെ വന്നിട്ട് ഇത് പുറകോട്ട് ഇനി പിന്നെ കാടിൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോവുക. ഞങ്ങൾ തൊട്ട് മേളിലാണ് നിൽക്കുന്നത്, അതായത് മേളിൽ നിന്നായിട്ട് നോക്കി ഈ ആനയെ കാണുന്നത്. നമ്മുടെ ചെറിയൊരു അനക്കം കേട്ടാൽ മതി, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നമ്മളെ എങ്ങോട്ടാ, നമ്മളിത് എവിടെയാണെന്നാണ് നോക്കുന്നത്. എല്ലാവരും കൊത്തഗിരി പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊത്തഗിരിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് കൊക്കോട് റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടും കാടിന് നടുക്കുള്ള ഒരു റിസോർട്ട്. അപ്പം അവിടുത്തെ കാഴ്ചകളും കഥകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മൾ കൊത്തഗിരി ആ റൂട്ട് കയറി. ഇവിടുന്ന് ഒരു മേട്ടുപ്പാളയത്ത് നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് കോത്തഗിരി. ഇപ്പം നമ്മൾ ഇത് അവിടുത്തെ ഫോറസ്റ്റാണ്, അപ്പോൾ അതിനകത്തേക്കിടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കൊത്തഗിരി ചെന്നിട്ട് അവിടുന്ന് വേണം നമുക്ക് പിന്നെ ഒരു 30 കിലോമീറ്റർ കോക്കോട് റിസോർട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഈ റൂട്ടിൽ ഫസ്റ്റ് കിട്ടിയത് ഈ ഒരു കാട്ടിയയാണ്. ഇതൊരു മെയിലാണേ, ഭയങ്കര അജാനബാഹു ഒരു സാധനമാണ്. ഇതുണ്ടോ, ഒറ്റയ്ക്ക് ഇന്ന് പുല്ല് തിന്ന് മേഞ്ഞിരിക്കുന്നുണ്ടോ. ഒരു 1500 കിലോയോളം വെയിറ്റ് വരും. പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ള ഒരു കാട്ടി, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കാട്ടി കേട്ടോ. താഴോട്ട് ഇറങ്ങി പോവാണ്, ഉണ്ടോ, കാടിനതേ കിടക്കും. അവനങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെന്നു കേട്ടോ. നല്ല സൈസ് സാധനമാണ്. ഇച്ചിരി ദൂരത്തോട്ട് അങ്ങ് പോയാർന്നു നമുക്ക് നമ്മുടെ ലെൻസ് അത്രയും ദൂരം എത്തത്തില്ല. അതുകൊണ്ട് വരുന്നുണ്ട്, നല്ല അത്യാവശ്യം നല്ല സൈസ്. അവനതിലെ താഴോട്ട് ഇറങ്ങി പോവാൻ നോക്കി. അപ്പുറത്തൊക്കെ വീടുകളാണ്, വീടിന്റെ പുറകെ ഇതുണ്ടോ, അപ്പുറത്തൊക്കെ ഇതുണ്ടോ വീടുകള്. ആ ഭാഗങ്ങളിലൊക്കെ വീടുകളാണ്. ഇതിനിടയിലാണ് കളി നിൽക്കുന്നത്. അവനങ്ങ് താഴോട്ട് ഇറങ്ങി കേട്ടോ. നമ്മൾ ഈ കൊക്കോട് റിസോർട്ടിലോട്ട് കോടനാട് വഴി വരുമ്പോഴത്തേക്ക് നേരെയാണ് കോടനാട് പോകേണ്ടത്. നമുക്ക് റൈറ്റ് ആണ്, നമുക്ക് ഇതിലെ റൈറ്റ് ഇറങ്ങിപ്പോണം. ഈ നേരെ പോകുന്നത് കോടനാട് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാ പോകുന്നത്, പലതും തിരിഞ്ഞ് നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ. 2 സൈഡിലും തേയിലത്തോട്ടങ്ങൾ. ഇത് ആ കേഴമാൻ ഓടിപ്പോയുണ്ടായിരുന്നു, കേഴമാൻ അതിലെ ഓടിപ്പോയി ഈ കല്ലിന്റെ കെട്ടിന്റെ അകത്തോട്ട് കയറിപ്പോയി. ഇതുണ്ടോ, എന്നാ രസമാണെന്ന് നോക്കിയേ, ഭയങ്കര രസം കേട്ടോ. നമുക്ക് വരുന്ന വഴി വേറൊരു കൂട്ടത്തെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, തേയിലത്തോട്ടത്തിനിടയിൽ പുല്ല് നിൽക്കുക, നല്ല ലോങ്ങിലാണ്. ഇവിടെ കുറച്ച് നിൽപ്പുണ്ട്, ഭയങ്കര ലോങ്ങിലാണ് നിൽക്കുന്നത്, ദൂരെ നിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടമാനം കാണാൻ പറ്റും. നമ്മളൊന്ന് ഇറങ്ങി തേയിലത്തോട്ടം ഒന്ന് നോക്കിയാൽ മതി, ഇഷ്ടം പോലെ കാട്ടികളെ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് പറ്റും. മിക്കവാറും ഇത് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ കാട്ടുകൾ കാണും കണ്ടത്. ഇവിടെ മാത്രമല്ല, അതിൻ്റെ ഇവിടെ മാറി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ കുറച്ച്. അവിടെ നിൽപ്പുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോൾ കുറച്ച് താഴെയായിട്ട് കണ്ടോ വേറൊരു കൂട്ടം നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെയായിട്ട് ചെതറ് നിൽപ്പുണ്ട്, പക്ഷെ നമുക്ക് ചിലതിനെയോ കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, കണ്ടോ അവിടെയൊക്കെ നിൽപ്പുണ്ട് കണ്ടോ. അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ കൂട്ടമുണ്ട്. ഇനി ഒന്ന് അവിടെ കിടക്കുവാന്ന് തോന്നുന്നു, അതാ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത.
നമ്മളിത് വരുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ്. അടങ്ങ് താഴെ കാണുന്നത് മേട്ടുപ്പാളയോ കേട്ടോ. എന്നെ രസമല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു വഴി ഇതാണ്ട് അങ്ങനെ ഇറങ്ങി ഇതാണ്ട് ആ വഴിയാന്ന് തോന്നുന്നു നമുക്ക് താഴോട്ട് ചെല്ലണ്ടേ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇത് ഫുള്ള് ഈ കാടാ കേട്ടോ ഇതെല്ലാം. റിസോർട്ടിനോട് അടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള റോഡുകളാണ്. ഈ രണ്ട് സൈഡിലും പ്ലാവുണ്ട്. ഈ ചക്ക കിടപ്പുണ്ട്. ചിലപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ആനയെ വല്ലതും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. വഴി മഴയായ ബ്ലോക്കാകാൻ ചാൻസ് ഉണ്ടല്ലോ. ചെറിയ വെള്ളം കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ അവസാനത്തെ ഒരു 3-4 കിലോമീറ്റർ അത്യാവശ്യം മോശമാണ് കേട്ടോ. അപ്പം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ സ്വിഫ്റ്റിലാണ്, എന്നാലും റോഡ് അത്യാവശ്യം ശോകമാണ്. ഒരു 3-4 കിലോമീറ്റർ അവസാനത്തെ. നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതാ റിസോർട്ട്. ഇവിടെ 2 മരത്തേലും എഴുതി വെച്ചിട്ടുണ്ട് വക്കോട് റിസോർട്ട് എന്ന്. ഇവിടെ എല്ലാം ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് കയറി പോകണം. ഈ റോഡ് ഇച്ചിരി മോശമാണ്. നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് കുറച്ച് ഒന്ന് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് റിസോർട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അവരുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടെ റിസോർട്ടിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ചുറ്റും ഫെൻസിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ വരുന്ന അറിഞ്ഞുകൊണ്ട് അവരത് തുറന്നിട്ടിരുന്നതാണ്. ഇല്ലെങ്കിൽ എപ്പോഴും അടച്ചിടുന്ന സ്ഥലം. നമ്മൾ വരുന്ന വഴിക്കെല്ലാം ആടപ്പിണ്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ആനയുടെ സ്മെല്ലും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം നോക്കി, പക്ഷെ കണ്ടില്ല. ഇവിടെ റിസോർട്ടിൻ്റെ അകത്ത വശമാണ്. പോകുന്ന വഴിയിൽ തന്നെ ഇതുണ്ട്, ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ. നമ്മൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. നമ്മൾ ഇന്ന് സ്റ്റേ നമുക്ക് ഇന്ന് ഇവിടെയാണ്. അതിൻ്റെ കയറി ചെല്ലുന്ന ഭാഗം ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തോന്നുന്നു കേട്ടോ. ആനയുടെ നല്ല ഒച്ചയുണ്ട് കേട്ടോ അകത്തുനിന്ന്, ഇതിനകത്തുനിന്ന്. അപ്പോൾ അണ്ണൻ പറഞ്ഞ് അപ്പുറത്ത് നിപ്പുണ്ട്, നമുക്ക് നോക്കാം. അകത്തോട്ട് കയറി പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടോ. ഒരു ഹനുമാൻ കുരം കൂടി പോകുന്നുണ്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആനയുടെ സൗണ്ട് കേട്ട് ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കുക. നമ്മളെടുത്തിരിക്കുന്ന സ്റ്റേ ഇതാണ്, ഈ കണ്ടെയ്നർ സ്റ്റേയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ചുറ്റും കാടാണ്. അപ്പോൾ ഈ കാടിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ആനയും കാട്ടുപോത്തും അങ്ങനെയുള്ള സാധനം എല്ലാം ഇവിടെ വരും, മാനും എല്ലാം വരും. അപ്പം നമ്മളെടുത്തിരിക്കുന്ന സ്റ്റേ ഇതാണ്. അപ്പം ഇതാണ് ഇതിലെ, ഞാൻ ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാവേ. സ്റ്റെയർ കയറി ചെന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ മിക്കവാറും ആന ഈ ഭാഗത്ത് വരാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് ആന വരുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ ബാൽക്കണിയിൽ ഇരുന്നാൽ മതി. ഇത് കണ്ടോ, ചെയറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഫുള്ള് ചുറ്റും വീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ റൂം ഇതാണ്. ഇവിടെ 2 ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. അത്യാവശ്യം ഒരു 10 പേരടുത്ത് 8 പേർക്ക് ഉറപ്പായിട്ടും കിടക്കാം. പിന്നെ AC വേണ്ടവർക്ക് AC ഉണ്ട്, അല്ലാതെ തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ അതെ പുറകിലൊരു ബാൽക്കണി ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ നിന്നാലും നമുക്ക് ഇവിടങ്ങളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ബാത്റൂം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂം എന്ന് പറയാം. വലിയ നീറ്റൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാലും കുഴപ്പമില്ല. ബാക്കി നൈറ്റ് നമുക്ക് നോക്കാം എന്തെങ്കിലും ആനിമൽസ് വല്ലതും വരുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവർ നമ്മളെ കൊണ്ട് കുറച്ച്, നമ്മൾ വന്ന വഴിക്ക് തന്നെ കുറച്ച് ഒരു 3-4 കിലോമീറ്റർ മുകളിലോട്ട് നൈറ്റ് നമ്മളെ കൊണ്ട് പോകും അവരുടെ ജീപ്പിൽ. അപ്പം അവിടെ 1-2 സ്പോട്ടുണ്ട്, ആനയൊക്കെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങോട്ട് നൈറ്റ് നമുക്കിന്ന് പോകണം. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ നല്ലപോലെ ഹനുമാൻ കുരങ്ങുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ റൂം തുറന്നിട്ടിട്ട് എങ്ങോട്ടും പോകരുത്, കാരണം സാധനം കയറി എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ആൾക്കാർ സ്കൂട്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. വരുന്നത് നമുക്കിത് ഉണ്ട്, ഇതാണ്. ഇതാകുമ്പോഴത്തേക്ക് ഇതിലും ബെസ്റ്റ് അപ്പുറമേ നമ്മൾ കണ്ടതാണ്. പിന്നൊരു സ്റ്റേ വരുന്ന ഇത് കണ്ടോ, കയറി വരുമ്പോൾ തന്നെ വലിയൊരു ഹാളുണ്ട്. ഈ ഹാളിത് ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ ഇതൊരു റൂം. ഇവിടെ ഇവിടെ 3 ബെഡ് ഇട്ടിട്ടുണ്ട്. അത് ബാത്റൂം, നമ്മുടെ ബാത്റൂമാണ്. വലിയൊരു ബാത്റൂം, കുഴപ്പമില്ല, അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇച്ചിരി പഴകിയ
സെറ്റപ്പ് ആണെങ്കിലും ക്ലീനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഇതാ ഒരു വ്യൂ വരുന്നത്. ഇവിടെയൊക്കെ വന്ന് ഇരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ വന്ന് ഇരുന്നാൽ ഇവിടെ എല്ലാം ആനുവൽസ് വരുന്ന. നമ്മളെടുത്തിരിക്കുന്ന സ്റ്റേയിലോട്ട് കോട കയറി വരുന്നുണ്ട്. എവിടുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് നല്ല പോലെ. പോകേണ്ട വണ്ടി പണിയുന്ന ഗിയർ ലോക്കായി. ഇതിപ്പോൾ ഗിയർ ബോക്സ് ഫുൾ അയച്ചിട്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനി ശരിയാക്കി ഇതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് നൈറ്റ് 1-2 സ്ഥലത്ത് പോകാനായിട്ട്. നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ. ഇനി കഴിക്കാം. നൈറ്റ് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റിസോർട്ടിൽ നിന്ന് നൈറ്റ് പുറത്തോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ആനയെ സ്പോട്ട് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ മെയിനായിട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിക്കകത്ത് തന്നെയാണ് ഈ മാൻ നിൽക്കുന്നത്. കുറച്ച് കൂട്ടങ്ങളുണ്ട്. അതെല്ലാം ആ കാടിനകത്തോട്ട് നമ്മൾ വന്ന് ടോർച്ച് അടിച്ചപ്പോഴത്തേക്ക് കയറിപ്പോയി. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇപ്പോൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഇതിനകത്ത് തന്നെയാണ് മാൻകൂട്ടങ്ങളുള്ളത്. അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊക്കെ വേറെ നിപ്പുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അകത്തോട്ട് കയറിപ്പോയി. നമുക്ക് ഈ ഒരെണ്ണത്തിനെ മാത്രമേ പിന്നെ ക്യാമറയിൽ വിഷ്വൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതും പയ്യെ അകത്തോട്ട് മറ്റേ മാനുകൾ പോയ ആ ഭാഗത്തോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് കറങ്ങി നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്ത് വരുന്ന വിഷ്വൽസ് ഉണ്ട്. അത് പുറകെ വരും കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ആന ഞങ്ങളെ ഭയപ്പെടുത്തിയതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇനി അങ്ങോട്ടുള്ളത്. കാരണം നൈറ്റ് ഇത്രയും ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്ന ഒരു കയറ്റമാണ്. ആ കയറ്റം കയറി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ 2 ആന നിൽപ്പുണ്ടായിരുന്നു. ഒരെണ്ണം നേരെ ഓടി, ഒരെണ്ണം ഇടത്തോട്ട് കയറി ഓടി. ഈ ഇടത്തോട്ട് കയറി ഓടി ആന തിരിച്ച് കറങ്ങി വണ്ടിയുടെ പുറകെ വരുമോ എന്നുള്ളത് ഭയമായിരുന്നു. വണ്ടി ഓടിച്ചാക്കും ഞങ്ങൾക്കും. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഓടി ആന എങ്ങോട്ടാണ് പോയെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് ടോർച്ചെല്ലാം അടിച്ച് നോക്കി ആന ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നെ ഫ്രണ്ടിലോട്ട് പോയത്. ഞങ്ങൾക്ക് അത് കാരണം ഈ ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ. ക്യാമറ ഓണാക്കുന്നതിന് മുമ്പ് തന്നെ ഓടിപ്പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വലാണ്. ആ ഓണാക്കി വന്ന സമയത്തുള്ള വിഷ്വലാണ് ആന ഓടുന്നത് നിങ്ങൾക്ക് കാണുന്നത്. പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറി. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. ടോർച്ചെല്ലാം അടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും പേടിച്ചു. കാരണം ആന പുറകെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ബ്രോ അത് നല്ല പരത്തിയിട്ട് ഇതാക്കി മറ്റേ സ്പ്രെഡ് ചെയ്ത് പിടിക്കുമ്പോൾ തുറന്നു വെച്ചാൽ ബാക്കിലെ ടയറില്ല അതിൽ കയറിയിരിക്കും. ഇവിടുന്നാണ് ഞങ്ങൾ ആനയുടെ മുന്നിൽ പെട്ടുപോയ എന്താണെന്നുള്ള ഭയം ഞങ്ങൾ കറക്റ്റായിട്ട് അറിയുന്നത്, ശരിക്കും അറിയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതിന് തൊട്ട് മുമ്പ് ക്യാമറ ഓൺ ആക്കുന്നതിന് മുമ്പ് ഒരു വിഷ്വൽ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ വന്നു ഇങ്ങോട്ട് റൂമിലോട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ആനകളെ ഒന്നും കണ്ടില്ല. അപ്പോൾ ആ ജസ്റ്റ് നേരത്തെ കണ്ട ആനയെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഈ ആനയെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ആനയൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്നിടയ്ക്ക് ഈ ഡ്രൈവർ ഇറക്കൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇവിടുന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങുന്നത്. ഇവിടുന്ന് ഒരു റൗണ്ട് ഒരു 80 ഏക്കറുണ്ട്. അതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗത്താണ് നമ്മൾ സ്റ്റേ മാത്രം കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും ഫെൻസിങ് ഇട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം കാടായിട്ട് ഇങ്ങനെ കിടക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു കുളമുണ്ട്. അപ്പോൾ ഈ കുളത്തിൽ ആനകൾ വെള്ളം കുടിക്കാൻ വരാറുണ്ട്. അപ്പം ഞാൻ കുളം കാണിച്ചു തരാം. അപ്പോൾ ഈ ചെറുക്കൻ അതിന് മുമ്പായിട്ട് പറഞ്ഞു, ഒരിക്കലും ആനയെ കണ്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൊമ്പനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിലോട്ട് വെട്ടമടിക്കല്, അത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും എന്ന് പറഞ്ഞു. ചെറുക്കൻ വണ്ടി കൊണ്ട് നിർത്തി. ഈ കുളം റോഡിന് തൊട്ടരികില്ല. അപ്പം ക്രോസ് ഒരു ഫെൻസിങ് പോകുന്നുണ്ട്. ചെറുക്കൻ ഡയറക്റ്റ് അടിച്ചത് ആനയുടെ കണ്ണിൽ തന്നെ. ഇത് ആ കുളം കലക്കിയിട്ട് ഞങ്ങളുടെ നേരെ വന്നൊരു വരവുണ്ട്. ഞങ്ങൾ ശരിക്കും ഭയന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ആ ചെറുക്കൻ പറഞ്ഞു പെട്ടെന്ന് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തു. തൊട്ടപ്പുറത്ത് തന്നെയാണ് മെയിൻ ഗേറ്റ്. ആ ഗേറ്റിൽ കൂടെ കയറി മേളിൽ വന്നപ്പോഴത്തേക്ക് ഇതേ ആന ഞങ്ങൾ കയറി വന്ന റോഡിൻ്റെ അവിടെ വന്ന് ഞങ്ങളെ നോക്കിയിരിക്കുക. ഇനിയിപ്പോൾ കണ്ടോണം, ഇനിയിപ്പം ഇത് കറങ്ങി വരുന്ന കണ്ടോണം.
ഇവിടുന്ന് ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ കണ്ടെയ്നർ സ്റ്റേയിലേക്ക് ഇവർ ആ സൈഡിൽ കൂടെ ചെറിയൊരു വഴിയുണ്ട്, ആ വഴി കൊണ്ടൊന്നും ഞങ്ങളെ കയറ്റി റൂമിൽ വിട്ടു. ആന കറങ്ങി അതിലേത് ഇപ്പോൾ വരും. ഇപ്പം ഞങ്ങൾ റൂമിൽ വന്നു. ഇപ്പോൾ അവിടെ മാൻ നിപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആന ആ റൂട്ട്, വെട്ടം കാണുന്ന ആ റൂട്ട്, ഞങ്ങൾ പോയ വഴി, സംസാരം കേട്ട ആ വഴി കൂടെ ആന കറങ്ങി റൂമിൻ്റെ അവിടെ വരുന്ന കാണിക്കാം. ആന ഇവിടുന്ന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാനുകൾ പയ്യെ പയ്യെ ഇപ്പോൾ മൂവ് ചെയ്യും കേട്ടോ. അവിടുന്ന് ആന വരുന്നത് കാണാം, നമുക്ക് കാണാം. പക്ഷേ ഈ ഇതിൻ്റെ വെട്ടത്തി കറക്റ്റായിട്ട് കാണുന്നില്ലെന്നുള്ളൂ. ശബ്ദമെല്ലാം കേൾക്കാം. അതിലെ വരുന്നുണ്ട് കണ്ടോ. ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ 2 പേര് വന്നായിരുന്നല്ലോ, ഒന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും ഒന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന ആളും. അപ്പോൾ ആള് പെട്ടെന്ന് പകുതി വരെ നിന്നിട്ടാണ് ഞങ്ങളെ ബാക്കി ആ ഒരു ചെറുക്കനാണ് ഞങ്ങളെ കൊണ്ടുവന്ന് റൂമിലോട്ട് കയറ്റി വിടുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് ആ വഴി ഇറങ്ങി ഓടി. കാരണം ഇനിയിപ്പോൾ ആന കറങ്ങി വരുന്നുണ്ട്, അതിലെ വരുന്നുണ്ട്. അതുകൊണ്ടോ ആനയാ നിൽക്കുന്നത്. ടോർച്ചിന് അധികം വെട്ടമില്ല, ഇച്ചിരി ദൂരത്താണ്. അതിലിങ്ങനെ പയ്യെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം കണ്ടോ, മൂവ് ചെയ്ത് പോകുന്നുണ്ടോ. അതിനിപ്പോൾ കറങ്ങി നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വരും. ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളെല്ലാവരും ഭയപ്പെട്ടു പോയി. കാരണം റൂമിന് തൊട്ട് താഴെ വരെ വന്നിരുന്നു. ഞങ്ങൾ മേളിലായതുകൊണ്ട് ആന മേളിലോട്ട് എന്തായാലും നോക്കത്തില്ലോ. അപ്പോൾ ഇത് അവിടം വരെ വന്നു. ഇത് കണ്ടോണം, ഇപ്പോൾ റൂമിൻ്റെ ആ ഫ്രണ്ടിലോട്ടൊരു വഴിയുണ്ട്, അതിലേക്ക് കയറി റൂമിന് തൊട്ട് താഴെ, ഞങ്ങൾ നിൽക്കുന്നതിന് തൊട്ട് താഴെ വരെ വന്നു നിന്നു. എന്നിട്ട് ഇത് അവിടെ തന്നെ നിൽക്കും. ഇതിപ്പോൾ കണ്ടോ, ഈ വെട്ടമടിക്കുന്ന ആ ഭാഗത്തോട്ട് ഇങ്ങോട്ട് കയറി വരും, നമ്മുടെ റൂമിന് താഴെ വരെ വന്നു നിന്നു. ശരിക്കും ഞങ്ങളെല്ലാവരും ശരിക്കും ഭയന്ന് കൈയും കാലമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ കണ്ണിലോട്ട് വെട്ടം അടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അങ്ങോട്ട് ആ കുളമെല്ലാം കൂടെ ഇളക്കി ഞങ്ങളുടെ നേരെ ഒരു വരവ് വന്നു. വന്ന് നേരെ ആ ഫെൻസിങ് മുട്ടിയോണ്ട് എർത്തടിച്ചപ്പോഴത്തേക്ക് ഇത് പുറകോട്ട് പോയി. അപ്പോഴേ ഞങ്ങൾ ക്യാമറ പെട്ടെന്ന് ഓണാക്കുന്നത്. അവിടം തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഞങ്ങളുടെ പുറകെ ആയിരുന്നു ഞാൻ. ഇതുകൊണ്ടോ നമ്മൾ താമസിക്കുന്ന റൂമിന് തൊട്ട് താഴെ വരെ വന്ന് നിന്നിട്ട് ഇത് പുറകോട്ട് ഇനി പിന്നെ കാടിൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോവുക. ഞങ്ങൾ തൊട്ട് മേളിലാണ് നിൽക്കുന്നത്. അതായത് മേളിൽ നിന്ന് താഴോട്ട് നോക്കി ഈ ആനയാണ് കാണുന്നത്. ഇത് പിന്നെ പയ്യെ കറങ്ങി അങ്ങോട്ട് പോവുക, അകത്തോട്ട് പോവുക. ഇനി ഇവിടുന്ന് ഈ രാത്രി ഫുള്ള് ചുറ്റും ഈ റൂമിന് ചുറ്റും ഇത് കിടന്ന് കറങ്ങുമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇരിക്കുമ്പോഴും അവിടെ ആനയുണ്ട്. ആ വിഷ്വൽസ് പുറകെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പം ആ റൂമിൻ്റെ സൈഡിൽ കൂടെ ചുറ്റും ഇത് കറങ്ങി നടക്കും. രാത്രിയൊക്കെ ഭയങ്കര ബഹളം, ഒച്ചയായിരുന്നു. കമ്പൊടിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. പിന്നെ ഇത് കിടന്ന് അമർന്ന ഒച്ച കേൾക്കാമായിരുന്നു. കണ്ടോ പോകുന്നുണ്ടോ. ഇതിനിപ്പോൾ കറങ്ങി ആ വലത് കയറി കറങ്ങി റൂമിൻ്റെ പുറവശത്ത് വരും. കാരണം ഈ പുറകെ ആ ഏരിയയിൽ കണ്ടമാനം കാടായതുകൊണ്ട് തൊട്ട് മേളിലായിട്ട് ഈ കാടിൻ്റെ അകത്തേക്കടെയാണ് ഇത് വരുന്നത്. അത് കാരണം നമുക്ക് വിഷ്വൽ അത്ര ഇതായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ഇത് പുറകിൽ ആന വന്ന കേട്ടോ, നമ്മുടെ റൂമിൻ്റെ പുറവശത്ത് വന്ന് നിൽക്കുക കണ്ടോ. ഇതിനി കറങ്ങി റൂമിൻ്റെ അപ്പുറത്തെ വശത്തേക്കടെ പിന്നെയും കറങ്ങി വരും. എന്നിട്ട് അവിടെ നിന്നും തിരിച്ച് കറങ്ങി ഇങ്ങോട്ട് വരും. കണ്ടോ വന്ന് നിൽക്കുന്നുണ്ടോ. നമ്മുടെ ചെറിയൊരു അനക്കം കേട്ടാൽ മതി, അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നമ്മളെ എങ്ങോട്ടാ, നമ്മളിത് എവിടെയാണെന്നാണ് നോക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഒത്തിരി വൈകിയാണ് ഞങ്ങൾ ഉറങ്ങി. കാരണം ആന ശരിക്കും ഞങ്ങളെ ഭയപ്പെടുത്തി ഇതാക്കി. അപ്പോൾ രാവിലെ ആനയുടെ ഒച്ച കേട്ടുകൊണ്ട് തന്നെ ഇറങ്ങുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തായിട്ട് ആന നിപ്പുണ്ട്. അതുകൊണ്ട് ആ കാടിനകത്ത് ആന നിപ്പുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഇനി ഈ ആനയെ ഓടിച്ചു വിട്ടതിന് ശേഷം ആണ് ഞങ്ങൾ ആനയെ അവിടുന്ന് അകത്തോട്ട് കയറി അങ്ങ് പോയി. അതിനുശേഷമാണ് ഞങ്ങൾ രാവിലെ താഴോട്ട് ഇറങ്ങുന്നത് തന്നെ. അതുവരെ ഞങ്ങൾ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ആന നിപ്പുണ്ട്. ഈ സ്റ്റേയുടെ ഇവിടെ നമ്മൾ ഇന്നലെ നൈറ്റ് ആന വന്നതുകൊണ്ട് ഇവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റേ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ വന്നിട്ട് പിന്നെ തിരിച്ച് അതിലേ ഇങ്ങനെ പോയി കയറി അതിലേ അവിടെ വന്നു. നമ്മുടെ റിസോർട്ടിനകത്ത് ഇഷ്ടംപോലെ ഹനുമാൻ കരങ്ങളുണ്ട്. പക്ഷേ ഇവന്മാരെ നമുക്കൊന്ന് ഫോട്ടോ വീഡിയോ എടുക്കാനായിട്ട് കിട്ടത്തില്ല. കാരണം ഇവന്മാരെ നമ്മുടെ ശബ്ദം കേട്ടാൽ മതി, ഇവന്മാരെ അങ്ങ് ദൂരത്തോട്ട് ഓടി അങ്ങ് പൊക്കളയ്ക്കും. ഒന്നും കിട്ടുന്നില്ല. ഇത് ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി കണ്ടപ്പോൾ തന്നെ വരെ സ്പോട്ട് ചെയ്ത് ഓടിപ്പൊക്കളഞ്ഞു. അതിനകത്ത് ചെറിയ പഴമുണ്ട്. എന്താ ഒരു ചെറിയ പഴങ്ങളുണ്ട്, അത് കഴിച്ചോണ്ടിരിക്കും. പന്നി കയറി വരുന്നുണ്ട് കേട്ടോ.
നമ്മുടെ സ്റ്റേയുടെ അവിടെ രണ്ട് പന്നി നിൽക്കുന്നുണ്ടോ. കുറച്ച് മുന്നേ അതിൻ്റെ അപ്പുറത്തേക്കൂടെ ഒരു കേഴമാൻ പെട്ടെന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോകുമായിരുന്നു. ക്യാമറ ഓണാക്കുന്നതിന് മുമ്പാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പൂരി ഇതെന്നാ, ഉപ്പുമാവ്, ഇത് ചമ്മന്തി അല്ലേ, കിഴങ്ങ് കറി. കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൈറ്റ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് താണ്ട് ആ ഭാഗത്തായിട്ട് ആന ആ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ വണ്ടി എടുത്ത് ഇതിലേ ഇങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് കയറി വന്ന വഴിക്ക് ആ ആന അവിടുന്ന് കയറി നേരെ ഇവിടെ വന്നു. അപ്പോഴാണ് നമ്മൾ നൈറ്റ് ഇവിടെ വെച്ച് കണ്ടത്. അവിടുന്ന് കയറിയാണ് നമ്മുടെ സ്റ്റേ താണ്ടേ അവിടെയാണ് അവിടെ വന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വണ്ടി വിട്ടിട്ട് ഇതിലെയാണ് നമ്മൾ നടന്ന് നമ്മുടെ സ്റ്റേയിലോട്ട് പോയത്. കാരണം അതിലെ സ്റ്റേയുടെ അവിടുന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചെളി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഓഫ് റോഡ് വണ്ടി ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ കാറല്ല വന്നത്, അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ വകുപ്പില്ല. അപ്പോൾ ഓഫ് റോഡ് വണ്ടി അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ സ്റ്റേയുടെ താഴെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവർ നമ്മൾ വരുന്ന ദിവസം ലഞ്ച് കിട്ടും, അതുപോലെ തന്നെ ഡിന്നറുണ്ട്, പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇത്രയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പെർ ഹെഡ് 2000 രൂപയാണ് ഇവരുടെ ചാർജ് വരുന്നത്. അതിനകത്ത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണ്ടവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ അകത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ കൊക്കോട് റിസോർട്ട് എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഏരിയ ഈ റിസോർട്ടിൽ കറക്റ്റായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ഭാഗങ്ങളിൽ നെറ്റ് കട്ടാകുന്നതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസ് വെച്ചിട്ട് നമ്മൾ ഓഫ്ലൈൻ മാപ്പ് സേവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് നമുക്കിങ്ങനെ വരാം. പിന്നെ കുറച്ച് ഭാഗങ്ങൾ റോഡ് മോശമുണ്ട്, അപ്പം റോഡ് പണി നടക്കുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, കോൺടാക്ട് നമ്പറൊക്കെ. കാട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അങ്ങ് ദൂരത്താണ്, അവിടെ കാടിനകത്ത് നിൽക്കുന്നുണ്ട്, അങ്ങ് ദൂരത്ത് നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് വലിയ ഒരെണ്ണമുണ്ട് കേട്ടോ, അതിന് ഓപ്പോസിറ്റ് കാട്ടിലോട്ട് അളിയൻ കയറിപ്പോയി. അതുകൊണ്ട് ഇത്ര നമ്മളെ ശ്രദ്ധിക്കും. അത് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തെല്ലാമായിട്ട് നിൽപ്പുണ്ട്. ഇതിലും വലിയ ഒരെണ്ണം ആ കാടിനകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോയി. പുല്ലിന്ന് മേളിലോട്ട് കയറി പോവാ ആ കാടിനകത്തോട്ട്. നമ്മൾ കറങ്ങി അപ്പുറത്തെ സൈഡിലെങ്ങാനും വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റൂല്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.